ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചപ്പാത്തിയും കറിയും ഉണ്ടാക്കുന്ന ഒരു ചെറിയൊരു വീഡിയോ കേട്ടോ. ഞാൻ ഉണ്ടാക്കുന്ന ഒരു സ്റ്റൈലാണ്. ആദ്യം കുറച്ച് നമുക്ക് ആവശ്യത്തിന് ഗോതമ്പ് മാവ് എടുത്തു. അതിൽ പച്ചവെള്ളം ചുടുവെള്ളം ഏത് വേണമെങ്കിലും കുഴക്കാം കേട്ടോ. ഞാൻ പച്ചവെള്ളമാണ് എടുത്ത് കുഴച്ചത്. അതിനുശേഷം നമുക്ക് പൊടിയൊക്കെ ഇട്ട് അപ്പോൾ തന്നെ നമ്മൾ ഉണ്ടാക്കാറില്ല. ഒരു 10-15 മിനിറ്റൊക്കെ വെച്ച് നല്ല കുറച്ച് സോഫ്റ്റ് ആയിട്ടൊക്കെയാണ് ഉണ്ടാക്കുക. ഞാനൊരു ഉച്ചയ്ക്ക് ഒരു 2 മണി ആ ടൈമിലൊക്കെയാണ് കുഴച്ച് വെച്ചത്. ഉണ്ടാക്കുമ്പോൾ ഒരു 4 മണിയൊക്കെ ആയി. നന്നായി സോഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഒരുപാട് സോഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പൊടിയൊക്കെ തടവി അത് പരത്തുന്ന ഒരു വീഡിയോ ഉണ്ട്. നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് അത് കിട്ടുന്നില്ല, കാരണം അത്രയും സോഫ്റ്റായി. അതുകൊണ്ട് മാവ് അതിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് നന്നായി പൊടിയൊക്കെ ഇട്ടൊന്ന് പരത്തിയെടുത്താൽ മതി കേട്ടോ. അങ്ങനെ പരത്തിയെടുത്തിട്ടുണ്ട്. കുറച്ച് ഞാനും കുറച്ച് ചേട്ടൻ്റെ മോളും കൂടിയിട്ട് പരത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്ത്യ മേപ്പൊക്കെ പോലെ ഉണ്ടാവും, കാരണം കറക്റ്റ് റൗണ്ട് ഷേപ്പൊന്നും ഞാൻ ഉണ്ടാക്കുമ്പോൾ വരില്ല കേട്ടോ. അങ്ങനെ ചുട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഓരോന്നായിട്ട് ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ കറി നമുക്ക് എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം. ഞാനിപ്പോൾ ക്യാരറ്റും ഉരുളക്കിഴങ്ങും കൂടിയിട്ട് ഒരു കറി വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് ആണ് ഞാൻ ചപ്പാത്തിക്ക് ഉണ്ടാക്കുന്നത് കേട്ടോ. നമുക്ക് ക്യാരറ്റ് 2 എങ്ങനെ വേണമെങ്കിലും നമ്മളെടുത്ത് യൂസ് ചെയ്യാം. ഞാൻ ഉപ്പേരിക്ക് അരിയുന്ന പോലെ അരിഞ്ഞിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, പിന്നെ അതിലൊരു വലിയ ഉള്ളി, അത്ര തന്നെയാണ്. പിന്നെ അതിൽ ഒരു വിസിൽ വെച്ചു കേട്ടോ. കുക്കറിൽ ഒരു വിസിൽ വെച്ചു. അപ്പോഴേക്കും നന്നായി വന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് പട്ട, ഗ്രാമ്പൂ, പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഗരം മസാല, ചിക്കൻ മസാലയൊക്കെ ഇട്ട് കുക്കറിൽ ഒരു വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്തു. അപ്പോൾ ഇതാണ് എൻ്റെ ചപ്പാത്തിക്കുള്ള കറി. ഇത് ഞാൻ എൻ്റെ വീട്ടിൽ പോയപ്പോൾ ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. കണ്ടോ, അങ്ങനെ എല്ലാം കുക്കറിൽ വെന്ത ശേഷം കടുകൊക്കെ പൊട്ടിച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് അത് നല്ല ടേസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ. താങ്ക് യു.